CPI-CPM തർക്കം അത് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു കാരണവശാലും ബാധിക്കാതെ നോക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CPM-ഉം അതോടൊപ്പം പ്രധാനപ്പെട്ട നേതാക്കന്മാരും എത്തുമ്പോഴും ഇതുണ്ടാക്കിയ അസ്വാരസ്യങ്ങൾക്ക് താഴെ തട്ടിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CPI-ക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ യുവ സംഘടനകൾ പ്രതിഷേധവുമായി നിരത്തുകളിറങ്ങിയ സ്ഥലത്തൊക്കെ ഏതാണ് വളരെ പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഇങ്ങനെ ബാധിക്കുമെന്നുള്ളൊരു വിഷയം. BJP-യിലാണെങ്കിൽ ഈ സ്ഥാനാർത്ഥി തർക്കവുമായി ബന്ധപ്പെട്ട് RSS നേരിട്ടിടേണ്ട സ്ഥലങ്ങളും കൊല്ലമൊക്കെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് UDF-ന് കൂടുതൽ മുൻതൂക്കം എന്ന രീതിയിലുള്ളൊരു പ്രചാരണം നടക്കുന്നുണ്ടോ? എങ്ങനെയാണ് കൊല്ലവുമായി ബന്ധപ്പെട്ട് 3 മുന്നണികളും പ്രചാരണ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഏത് തരത്തിലാണ്? അപർണ, ഒരു ഘട്ടത്തിൽ ഇടതു സംഘടനകൾ തമ്മിലുള്ള ഒരു ചേരിപ്പോര് ഒരു പരിധിവരെ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നെങ്കിലും ജില്ലാ തലത്തിലുള്ള ഒരു ഇടപെടൽ അത് ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും 2 കമ്മിറ്റികൾ തിരിച്ച് പ്രചരണ ജാഥകൾ ഇടതുമുന്നണിയുടെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു ജാഥയ്ക്ക് CPM-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നേതാവാണെങ്കിൽ മറ്റൊരു ജാഥയ്ക്ക് CPI-യുടെ ഭാഗത്തുനിന്നുള്ള ഒരു നേതാവ് എന്ന നിലയിൽ ജാഥകൾ ക്രമീകരിച്ചു. പഞ്ചായത്ത് തലത്തിൽ ജാഥകൾ സജീവമായി തുടങ്ങിക്കഴിഞ്ഞു. മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജാഥകൾ പോകുന്നത്. ആര്യങ്കാവ്, തെന്മല, പിറവന്തൂർ, വിളക്കുടി പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് പുനലൂർ നഗരസഭ കേന്ദ്രീകരിച്ച് ജാഥകൾ കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ UDF-ന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലൊരു നീക്കം ആരംഭിച്ചിട്ടില്ല. BJP-യുടെ ഭാഗത്തുനിന്നും അത്തരത്തിൽ ഒരു നീക്കം ആരംഭിച്ചില്ല. എന്തായാലും പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും ഇടതുപക്ഷത്തിന്റെ മുന്നണിയിലാണ് ഇപ്പോൾ നിലവിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൽ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് മാത്രമായിരുന്നു UDF-ന്റെ കൈവശമുണ്ടായിരുന്നത്. അത് ആദ്യ 3 വർഷം കഴിയുമ്പോഴേക്ക് UDF-ലുണ്ടായിരുന്ന 2 മെമ്പർമാർ കൂറുമാറി ഇടതുപക്ഷത്ത് വരികയും അങ്ങനെ ഇടതുപക്ഷത്തിന് ഭരണം ലഭിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അങ്ങനെ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ നോക്കുകയാണെങ്കിൽ എല്ലാ വാർഡുകളിലും എല്ലാ പഞ്ചായത്തുകളിലും ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കൂടുതൽ മേൽക്കോയ്മ ലഭിക്കും എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിക്കുന്നത്. എന്നാൽ CPI-യുടെ ജില്ലാ സെക്രട്ടറി PS സുബാലിനെതിരെ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SFI-യുടെ ഒരു വിഭാഗം ചെറുപ്പക്കാർ പുനലൂർ പട്ടണത്തിൽ പരസ്യമായി പ്രചരണം നടത്തുകയും അതിനെതിരായി AYF-ഉം AS-ഉം പ്രകടനം നടത്തുകയും ചെയ്തൊക്കെ ഏറെ ചർച്ചാ വിഷയമാവുകയും മുന്നണിയിൽ ഒരു വലിയ വിള്ളലുണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ പുനലൂർ മണ്ഡലത്തിൽ നിലവിൽ സാധിച്ചിട്ടുണ്ട്. പത്തനാപുരം മണ്ഡലത്തില് BJP-ക്കും കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും തലവേദനയായി വരാൻ സാധ്യതയുള്ളത് 2020-യുടെ പ്രചരണമാണ്. എല്ലാ പഞ്ചായത്തുകളിലും വലിയ തോതിലുള്ള പോസ്റ്റർ ഒട്ടിപ്പും ചുവരെഴുത്തും ഉൾപ്പെടെ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി സ്ഥാനാർത്ഥികളുടെ പേര് മാത്രം എഴുതിയാൽ മതി എന്നുള്ള നിലയിലേക്കാണ് അവരുടെ പ്രവർത്തനങ്ങൾ ബഹുദൂരം കഴിഞ്ഞു. എല്ലാ വാർഡുകളിലേക്കും സംഭരണ വാർഡുകൾ കൂടി തീരുമാനപ്പെടുത്തി എല്ലാ വാർഡുകളിലേക്കും വേണ്ട സ്ഥാനാർത്ഥികളെ പറ്റി ഏകദേശം ഒരു ധാരണ ആക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഔദ്യോഗികമായും അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കൊല്ലം മണ്ഡലത്തിലും ഇടതുപക്ഷത്തിന് ഒരു ഒത്തൊരുമ സൃഷ്ടിച്ചിട്ടുണ്ട്. BJP-യുടെ സ്ഥാനാർത്ഥികളെ പറ്റി ഔദ്യോഗിക തീരുമാനമായിട്ടില്ല. അത് പുനലൂർ മണ്ഡലത്തിൽ വരുമ്പോൾ ചിത്രം നേരെ വ്യത്യസ്തമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പുനലൂരിൽ മത്സരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് മാറി കോൺഗ്രസിന് സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സൂചനയുണ്ട്. ഒപ്പം തന്നെ DMK-യുടെ ഒരു വലിയ മുന്നേറ്റം പുനലൂർ നഗരസഭയിൽ ഉണ്ട്. ത്രിതല നഗരസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ 36 വാർഡുകളിലും DMK മത്സരിക്കുന്നു. ഒപ്പം കൂടാതെ പുനലൂർ മണ്ഡലത്തിൽ DMK-യുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ മത്സരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അപർണ, റൈറ്റ്. മനോജ് പുനലൂർ കൂടിയാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും നമ്മൾ തലസ്ഥാനത്തേക്ക് കടക്കുമ്പോൾ VV അരുണും നമുക്കൊപ്പം ചേരുന്നു. പ്രധാനമായിട്ടും അരുൺ, BJP-യുടെ പ്രതീക്ഷകൾ ഏത് തരത്തിലാണെന്ന് ചോദിക്കുമ്പോൾ അത് ഇത്തവണ ഒരു 10000 വാർഡുകളിൽ ജയിച്ച് കയറണം എന്നുള്ളൊരു വലിയ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന തരത്തിൽ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടി NDA എന്ന മുന്നണി സ്വാഭാവികമായിട്ടും ഇത്തവണ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇതൊരു സെമി ഫൈനലാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പിന് മുൻപ്
കൃത്യമായി ശക്തി തെളിയിക്കുക. പുതിയ അധ്യക്ഷൻ വന്നതിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പലതവണ ആവർത്തിക്കുകയും ചെയ്തതാണ്. കോർപ്പറേഷൻ തൊട്ട് BJP കണക്കാക്കുന്ന ആ ഒരു പ്ലാൻ ഏത് തരത്തിലാണ്? ചിലയിടങ്ങളിൽ സ്ഥാനാർത്ഥി തർക്കമുണ്ടെന്നും RSS തന്നെ നേരിട്ട് ഇടപെടുകയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ റിപ്പോർട്ടുകളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. ഏത് തരത്തിലാണ് തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് കാസർഗോഡ് വരെ BJP കണക്കാക്കുന്ന പ്രതീക്ഷകൾ ഏത് തരത്തിലാണ്? അപർണ, പാലക്കാട് 12 നഗരസഭകളാണ് കഴിഞ്ഞ തവണ BJPക്ക് ഉണ്ടായിരുന്നത്. ഇത്തവണ കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയും ഒക്കെ തിരുവനന്തപുരം നഗരസഭ പിടിക്കുമെന്ന് ഉറപ്പിച്ച ഒരു രീതിയിലായിരുന്നു BJP മുന്നോട്ട് പോയത്. 2 തവണയും അതിന് സാധിച്ചില്ല. ഇത്തവണ പാലക്കാട് നിലനിർത്തുക അത്ര എളുപ്പമല്ല. വലിയ പ്രശ്നങ്ങൾ അവിടെ ഉൾപാർട്ടി പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം BJP വലിയ സമരം പ്രഖ്യാപിച്ചിരിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം വേദി പങ്കിട്ടതടക്കം വലിയ ചർച്ചയായിട്ടുണ്ട്. പ്രമീളയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്ത സാഹചര്യമൊക്കെ അവിടെ നിലനിൽക്കുന്നു. പന്തളത്തും വലിയ പ്രശ്നങ്ങളുണ്ട്. അവിടെ വലിയ അതിർത്തി ജനങ്ങൾക്ക് ഭരണത്തിനെതിരെയുണ്ട്. അങ്ങനെ പന്തളവും അത്ര സുഖമല്ല BJPക്ക് നിലനിർത്താൻ. അതിനപ്പുറത്തേക്കാണ്, അതിന് പുറമെയാണ് ഇനി നഗരസഭകൾ പിടിച്ചെടുക്കേണ്ടത്. തിരുവനന്തപുരം ഇത്തവണയും BJP ഒരു ലക്ഷ്യമായി തന്നെ കൊണ്ടു നടക്കുന്നു. അത് അമിത്ഷാ നേരിട്ട് പ്രവർത്തനം നിരീക്ഷിക്കുന്ന ഒരു നഗരസഭ കൂടിയാണ് തലസ്ഥാനം. രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അതിനെല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നത്. നിയമമണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു യാത്രയൊക്കെ അടുത്ത് നടന്നിരുന്നു. ഏതായാലും തിരുവനന്തപുരം പിടിച്ചെടുക്കണം, പന്തളം നിലനിർത്തണം, അതുപോലെ തന്നെ പാലക്കാടും നിലനിർത്തണം. അതിനുശേഷം BJP ഏറ്റവും പ്രതീക്ഷയോടെ കാണുന്നത് തൃശൂരാണ്. തൃശൂരിൽ ലോക്സഭയിലേക്ക് സുരേഷ് ഗോപിയുടെ അക്കൌണ്ട് തന്നത് അവിടെ മാത്രം ഒതുക്കാനല്ല, തൃശൂർ നിയമസഭാ മണ്ഡലങ്ങൾ അതിനു മുൻപ് തന്നെ തൃശൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുക. അതും BJPയുടെ വലിയ ലക്ഷ്യങ്ങളിലൊന്നാണ്. അവിടെയും അവർ വലിയ പ്രതീക്ഷയോടെ കാണുന്ന നഗരസഭയാണ് തൃശൂരും. തൃശൂരിലേക്കും വലിയ പ്രവർത്തനങ്ങൾ BJP ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം, തൃശൂർ നഗരസഭകൾ പിടിച്ചെടുക്കുക. തിരുവനന്തപുരം നഗരസഭ ജയിച്ചാൽ അതൊരു പക്ഷേ നിയമസഭയിലേക്ക് 2-3 സീറ്റ് ജയിക്കുന്ന തുല്യമായി BJP കണക്കൂട്ടാനാകും. വലിയ ഊർജ്ജം അവർക്ക് നൽകും. കാരണം വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കഴക്കൂട്ടം, നേമം മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തിരുവനന്തപുരം നഗരസഭ പരിധി. അവിടെ നഗരസഭ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ വലിയ ഊർജ്ജം BJPക്ക് നൽകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം വലിയ പ്രാധാന്യത്തോടുകൂടി അവർ കാണുന്നു. അതുപോലെ തന്നെയാണ് തൃശൂരും അവർക്ക് ജയിക്കാൻ കഴിയുന്ന ഇപ്പോഴത്തെ മേയർ പോലും BJPയിലേക്ക് പോയേക്കുമെന്നുള്ള സൂചനകൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. CPI-യുമായി ചേർന്ന് പോകാനില്ലെന്ന് മേയർ വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരവും തൃശൂരും ഒക്കെ വലിയ പ്രതീക്ഷയോടുകൂടി BJP കാണുന്ന നഗരസഭകൾ തന്നെയാണ്. അവിടേക്ക് ജയിച്ചു കയറാമെന്ന പ്രതീക്ഷ തന്നെയാണ് BJP ഉള്ളത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം അവർ തുടങ്ങിയിട്ടുമുണ്ട്. അരുൺ, 25% അതാണ് അമിത്ഷാ പറഞ്ഞ ആ ഒരു പ്രതീക്ഷയുടെ കണക്ക്. ഈ പ്രധാനപ്പെട്ട ഇപ്പോൾ എറണാകുളമാണെങ്കിലും ഒരുപക്ഷെ തിരുവനന്തപുരം ഒക്കെ ആണെങ്കിലും പൊതുസ്വീകാര്യമായിട്ടുള്ള സ്ഥാനാർത്ഥികൾ കൂടുതൽ വരാനുള്ള ഒരു സാധ്യത അത് തള്ളിക്കളയുന്നില്ല മറ്റു മുന്നണികൾ പോലും. അങ്ങനെ പുതുമുഖങ്ങൾക്ക് വലിയ തരത്തിൽ 10% സംവരണം സീറ്റ് കൊടുക്കുകയും തീരുമാനിക്കുകയൊക്കെ BJP ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പൊതുസ്വീകാര്യരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ കൂടി വരിക, എറണാകുളത്തൊക്കെ BJP കാണുന്ന പ്രധാന ഒരു ഫോക്കസ് തന്നെ അതാണ്. അത് മറ്റ് സ്ഥലങ്ങളിലും പ്രതീക്ഷിക്കണോ? അങ്ങനെ ഒരു പദ്ധതി കൂടി NDAയ്ക്കും BJPക്കും ഉണ്ടോ? തീർച്ചയായിട്ടും അത്തരം സാധ്യതകൾ കൂടി BJP കാണുമെന്ന് ഉറപ്പാണ്. BJPയുടെ സംഘടനാശേഷി, അവരുടെ അടിസ്ഥാന വോട്ടുകളൊക്കെ വർദ്ധിച്ചു എന്നതിൽ ഒരു സംശയവുമില്ല. വലിയ രീതിയിൽ അത് സംസ്ഥാന വ്യാപകമായി ഏതെങ്കിലും ജില്ലകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിലോ മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി BJP അടിത്തറ ശക്തമാക്കിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവരുടെ വോട്ട് ഷെയറും വർദ്ധിക്കും. അത് 20% തദ്ദേശ സ്ഥാപനം എത്തിക്കുക എന്ന വലിയ ലക്ഷ്യമാണ് അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികം അമിത്ഷാ വെറുതെ പറഞ്ഞതാകില്ല. അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ താഴെത്തട്ട് മുതൽ നടത്തിയിട്ടാകും അമിത്ഷാ അത് പ്രഖ്യാപിച്ചിരിക്കുക. ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ BJP തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത്ര എളുപ്പമാണോ ചോദിച്ചാൽ അങ്ങനെയല്ല എന്നും പറയേണ്ടി വരും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-നെ ഇടതുമുന്നണിക്ക് വലിയ മേൽക്കൈ എക്കാലവും ഉണ്ടാകാറുണ്ട്. കോൺഗ്രസും ഇത്തവണ രണ്ടും കൽപ്പിച്ചുള്ള പ്രവർത്തനമാണ്. അവർക്കും ഇത്തവണ സ്ഥിതി മെച്ചപ്പെടുത്തിയേ മതിയാകൂ. BJPയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ അത്ര ചെറുതുമല്ല. പ്രത്യേകിച്ച് തലസ്ഥാന നഗരസഭ പിടിക്കാൻ ഒരുങ്ങുമ്പോൾ നഗരസഭയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ, നഗരസഭയ്ക്കെതിരെയുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ മേയർക്കെതിരെയുള്ള ആരോപണങ്ങൾ, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള എതിർവികാരങ്ങളൊക്കെ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നലെ BJPയുടെ സംസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളിലൊരാളായ MS കുമാർ, തലസ്ഥാനത്തെ ആദ്യകാലം മുതൽ BJPയിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ്. MS കുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഈ നഗരസഭ ഭരണം പിടിക്കാനൊരുങ്ങുമ്പോൾ ചർച്ചയാകാൻ പോകുന്നത് സഹകരണ ബാങ്കിലെ അഴിമതികളാണ്. അവിടെ തിരുമല അനിൽ എന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മുൻ കൌൺസിലറായിരിക്കുമ്പോൾ ആത്മഹത്യ, തിരുമല അനിലിന്റെ ആത്മഹത്യയാണ്. താനും അത്തരമൊരു ആത്മഹത്യാ മുനമ്പിലാണ്. പാർട്ടി നേതാവ്
നേതാക്കൾ, പാർട്ടിയുടെ പ്രവർത്തകർ, ഇപ്പോൾ നഗരസഭ പിടിക്കാൻ ഇറങ്ങുന്ന ആളുകളൊക്കെ വലിയ രീതിയിൽ വായ്പ എടുത്തിരുന്നു അനിലിന്റെ ബാങ്കിൽ നിന്ന്. ആരോപണം CPM-ന്റെ ആരോപണമാണ് ഇന്നലെ MS കുമാർ ഏറ്റുപിടിച്ചത്. താൻ പ്രസിഡന്റായ അനന്തപുരം ബാങ്കിൽ നിന്നും അതേ രീതിയിൽ പണം വായ്പകൾ എടുത്തിട്ടും BJP നേതാക്കൾ തന്നെയാണ്. അവിടെ വലിയ തുക എടുത്തത് 90% BJPയുടെ നേതാക്കളാണ്. നഗരസഭ പിടിക്കാൻ ഒരുങ്ങുന്നവരാണെന്നൊരു പരാമർശം MS കുമാർ നടത്തിയിട്ടുണ്ട്. ഈ സീറ്റുകൾക്ക് വേണ്ടി, ജയിക്കാവുന്ന വാർഡുകൾക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ BJPയിലുണ്ട്. വലിയ പ്രശ്നങ്ങൾ, ഉൾപാർട്ടി പ്രശ്നങ്ങളും BJPക്കുണ്ട്. അപ്പോഴും വലിയ പ്രതീക്ഷയെ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അമിത്ഷാ പറഞ്ഞതുപോലെ 25% വോട്ട് വിഹിതം എന്നുള്ളത് വലിയ ലക്ഷ്യമാണ്. ആ 25% ഒരുപക്ഷെ BJPക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് നേടാനായാൽ, അതിൽ 20%എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പിക്കാനായാൽ വലിയ അത്ഭുതങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സംഭവിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് BJP മുന്നോട്ട് പോകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുള്ള തയ്യാറെടുപ്പ് കൂടിയാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തലസ്ഥാനത്ത് ഉള്ള തയ്യാറെടുപ്പുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പ്രസ്റ്റീജ് മത്സരം കൂടിയായി തലസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ്